Before we go to the meditation, as I am asked to say a few words of testimony, let me begin with my father, who served the Lord almost 52 years before he was called home. എന്റെ ശുശ്രൂഷയ്ക്ക് മുൻപ് ചുരുക്കമായിട്ട് സാക്ഷ്യം പറയണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് എന്റെ സാക്ഷ്യം ഞാൻ പറയുകയാണ്. എന്റെ പിതാവിൽ ഞാൻ ആരംഭിക്കുന്നു. താൻ 52 വർഷം കർത്തൃ ശുശ്രൂഷയിലായിരുന്നു. Back in 2001, he was called home. 2001 താൻ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. And my father-in-law, he is also an evangelist. എന്റെ ഭാര്യ പിതാവും ഒരു സുവിശേഷകനാണ്. So me and Priscilla, we both are from the family of missionary evangelists. ആ നിലയിൽ ഞാനും എന്റെ ഭാര്യ പ്രിസില്ലയും സുവിശേഷീകരണത്തിന് വേണ്ടി ഐക്യപ്പെട്ടവരുടെ ഭവനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. We were brought up with a strict spiritual discipline and piety. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വളരെ കർശനമായ ആത്മീക ശിക്ഷണത്തിലും ഭക്തിയിലുമാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത്. We studied in Sunday school right from the beginning of age of 4. 4 വയസ്സുള്ളപ്പോൾ മുതൽ സൺഡേ സ്കൂൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. And we had all spiritual discipline from our home. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എല്ലാ ആത്മീക ശിക്ഷണവും ആ നിലയിൽ ഉണ്ടായിരുന്നു. And we praise God for our parents who brought us and who taught us the ABC of the Word of God. ദൈവവചനത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ മുതൽ ഞങ്ങളെ പഠിപ്പിച്ചതായ മാതാപിതാക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. As the son of an evangelist, I never wanted to be in the ministry. ഒരു സുവിശേഷകന്റെ മകൻ എന്നുള്ള നിലയിൽ പൂർണ്ണസമയ സുവിശേഷ വേലക്കാരനാകുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. But the Lord called me and brought me to Bihar back in 1992. 1993 ദൈവം എന്നെ പ്രത്യേകമായിട്ട് വിളിച്ച് 92 എന്നെ പ്രത്യേകമായിട്ട് വിളിച്ച് ബീഹാറിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ അയക്കുകയുണ്ടായി. Really, we enjoy God's blessings every day, especially during this pandemic period. We were really enjoying along with our believers here. ദൈവത്തിന്റെ അളവറ്റ കൃപ ഞങ്ങൾ നാൾതോറും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ ഈ മഹാമാരിയുടെ കാലയളവിലും ഇവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് പോരുകയാണ്. And this is the first time that me and Priscilla are in a Zoom meeting, because we have had a lot of internet problems here, issues here. So we never agreed for any kind of online meetings. ഞങ്ങള് പ്രാരംഭമായിട്ടാണ് ഈ നിലയിൽ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇവിടുത്തെ ഞങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ നിലയിലുള്ള ഒരു ക്രമീകരണം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. Right from the beginning of the meeting, we didn't have power supply here. Just 5 minutes ago, we got the power supply. So this is the situation in Bihar. നമ്മുടെ മീറ്റിംഗിന്റെ ആരംഭം തൊട്ട് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അല്പസമയം മുൻപാണ് അത് ലഭിച്ചത്. So I praise God for all of you, especially for inviting us to be with you this evening. നിങ്ങളോടൊപ്പമായിരിക്കുവാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചതിൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. Especially I know Sunday Chan for more than 30 years when I was studying in Pathanamthitta. പത്തനംതിട്ട ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് ഞങ്ങൾ പരസ്പരം അറിയുന്നവരാണ്. And I was just sharing with him the other day the way that he encouraged me, and I took that as a principle in my life, and I started, as an example in my life, and till today I am following that. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നെ സ്വാധീനിച്ച എന്റെ ഒരു പ്രത്യേകമായ രീതി താൻ പറയുകയുണ്ടായി. അത് താൻ പാഠമാക്കുകയും ജീവിതത്തിൽ ഇതുവരെയും പാലിച്ചു പോരുകയും ചെയ്യുന്നു എന്നും പറയുകയുണ്ടായി. May his name be glorified. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let us look into the word of God this evening. I just want to share some of my burden with you this evening. ദൈവവചന ധ്യാനത്തിനായിട്ട് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. എന്റെ ഹൃദയത്തിന്റെ ഭാരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. There are many kinds of pain on the earth, and it is said
the pain of childbirth is most painful. ഈ ലോകത്തിൽ വിവിധമായ വേദനകളുണ്ട്. അതിൽ പ്രസവ വേദനയാണ് ഏറ്റവും കഠിനമായ വേദന എന്നാണ് പറയപ്പെടുന്നത്. I heard that third degree burns, that means it affects once a person is burned, that goes to the deeper part of the skin, and that it is called third degree burns. That is most painful and is long lasting also. നമുക്ക് ശരീരത്തിൽ പൊള്ളലേൽക്കുമ്പോൾ അത് അതീവ ഗുരുതരമായി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി വന്നാൽ അത് വളരെ കഠിനകരമായ വേദനയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. But everybody says about the pain of a childbirth is most painful. എന്നാൽ പൊതുവെ പറയപ്പെടുന്നത് പ്രസവ വേദനയാണ് അറിയപ്പെടുന്ന വേദനകളിൽ ഏറ്റവും കഠിനമായ വേദന എന്നാണ്. Whatever pain is something, it's something inseparable in our lives. നമ്മുടെ ജീവിതത്തിലെ ഒരു അഭിവാജ്യ ഘടകമായിട്ട് വേദന എന്ന അവസ്ഥ നിലനിൽക്കുകയാണ്. We all have pain in some way or other way. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നാം ഒക്കെ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. Let me put it like this. There are two kinds of pains. One is a physical pain, the other one is mental pain. ഞാൻ ഇപ്രകാരം അതിനെ വിഭാഗിക്കട്ടെ. രണ്ട് നിലയിലുള്ള വേദനകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് നമ്മുടെ ശാരീരിക വേദന, രണ്ട് നമ്മുടെ മാനസിക വേദന. One is very visible, the other one is not visible. If you have headache, if you have some body ache, it is visible and you will just go to the doctor for that pain. നമ്മുടെ ശാരീരിക വേദന എന്ന് പറയുന്നത് ദൃശ്യമാണ്. നമുക്കൊരു തലവേദന ഉണ്ടായാൽ, മറ്റ് ശരീരഭാഗത്ത് വേദന ഉണ്ടായാൽ നമുക്കത് ബോധ്യപ്പെടുകയും നാം ഡോക്ടറിന്റെ പരിചരണം സ്വീകരിക്കുകയും ചെയ്യും. But if we have that is called agony or travail, anguish. If you have that pain, you don't need to go to a doctor, but you simply cry and spend time with your loved ones. എന്നാൽ നമുക്ക് മാനസികമായ വ്യഥയുണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ നാം ഒരു ഡോക്ടറിന്റെ അടുക്കിലേക്ക് പോവുകയില്ല, നാം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പതിവ്. Our Lord Jesus went through both these pains. He had both physical കർത്താവായ and യേശു spiritual ക്രിസ്തു pain. ഈ രണ്ടു വിധമായ വേദനയുടെ പോയ വ്യക്തിയാണ്. തനിക്ക് ശാരീരികമായിട്ടുള്ള വേദനയും മാനസികമായ വ്യഥയും അനുഭവിക്കേണ്ടതായി വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. In the Bible we read in the book of Isaiah that he was wounded for our transgression and he was bruised for our iniquity. നാം യെശയ്യാ 53-ാം അധ്യായത്തിൽ വായിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. This mental pain is called agony or travail or anguish. ഈ മാനസിക വേദനയ്ക്കാണ് മനോവ്യഥ അല്ലെങ്കിൽ മാനസിക വേദന എന്ന് പറയുന്നത്. We can see a right picture there in the Garden of Gethsemane where Jesus was praying and his sweat became like drops of blood. ഇതിന്റെ ശരിയായ ഒരു ഉദാഹരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് നിലത്ത് വീഴുന്നതായി നാം കാണുന്നു. Jesus had to travail in order to have the church be born. കർത്താവായ യേശു ക്രിസ്തു സഭ സ്ഥാപിക്കുന്നതിനായിട്ട്, ദൈവസഭ സംജാതമാകുന്നതിനായിട്ട് താന് പ്രസവ വേദന അനുഭവിക്കുവാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. Good evening. I would like to share with you the experience of Prophet Elijah from the book of Kings, 1 Kings chapter 17. ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നിന്ന് എലിയ പ്രവാചകനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. I've been meditating this portion for many days. കഴിഞ്ഞ അനേക ദിവസങ്ങളായിട്ട് ഞാനിത് ധ്യാനിച്ചു വരികയായിരുന്നു. I want to share with you what the Lord has given me from this portion.
ഈ ഭാഗത്തു നിന്ന് ദൈവം എന്നെ ഭരമേൽപ്പിച്ചത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The entire chapter speaks especially two important incidents that happened in the life of prophet Elijah. പ്രവാചകനായ ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് ആ അധ്യായത്തിൽ 17-ാം അധ്യായത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Prophet Elijah prophesies about a 3.5 years drought. ഏലിയ പ്രവാചകൻ 3.5 വർഷത്തെ വരൾച്ചയെ കുറിച്ച്, മഴയില്ലാതെ ക്ഷാമം ഉണ്ടാകുന്നതിനെ കുറിച്ച് പ്രവചിക്കുന്നു. Then God says to prophet Elijah, get away from here, go to verse 6 eastward and hide by the brook. അതിനുശേഷം ദൈവം അവനോട് പറയുകയാണ്, യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിലേക്ക് പോകുക എന്ന്. And we know the next incident which happened in his life. Then again God tells him, arise and go to Sarephath. അതിനുശേഷം നടക്കുന്ന കാര്യം, ദൈവം തന്നോട് പറയുന്നു, എഴുന്നേറ്റ് സറഫാത്തിലേക്ക് പോകുക എന്ന്. And from 17 onwards again another incident happened in the same place, Sarephath. 17-ാം വാക്യം മുതൽ സറഫാത്തിൽ തന്നെ നടക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. So we are going to summarize a small study from this chapter. ഈ അധ്യായത്തിൽ നിന്ന് ഒരു ലഘു പഠനം നാം നടത്തുവാനായിട്ട് പോകുകയാണ്. Prophet Elijah in chapter 17 verse 1 is as a warrior. He says here, as ഈ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകനെ ഒരു യോദ്ധാവായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. താൻ പറയുന്നു, as the Lord God of Israel lives, before whom I stand, there shall not be a dew or rain these years except at my word. 1-ാം അധ്യായം 17-ാം അധ്യായം 1-ാം വാക്യം അവിടെ പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. Oh, what an authority, what a strong faith that Elijah had. ഇവിടെ ഏലിയാവ് പ്രകടമാക്കുന്നതായ ആ ധൈര്യം, തന്റെ അധികാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. There will be no rain except at my word. ഞാൻ പറയാതെ മഴ പെയ്യുകയില്ല. That is the word of the Lord through this prophet Elijah. ഈ പ്രവാചകനായ ഏലിയാവിൽ കൂടെ ദൈവ ശബ്ദമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. You know, this chapter ends with another beautiful incident. The woman said to Elijah, now by this I know that you are a man of God. ഈ അധ്യായം അവസാനിക്കുന്നതും ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയോടെയാണ്. 24-ാം വാക്യം, അവിടെ ആ സ്ത്രീ ഏലിയാവിനോട് പറയുകയാണ്, നീ ദൈവപുരുഷൻ എന്നും നിന്റെ നാവിലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. That the word of the Lord is in your mouth. ദൈവത്തിന്റെ വചനം നിന്റെ നാവിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. Oh, this is the authority of the servant of the Lord. The word of the Lord is in. ഇവിടെ പ്രവാചകന്റെ ആധികാരികത എന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തിന്റെ വചനം തന്റെ നാവിലുണ്ട്. In Matthew's Gospel, chapter 28, the wonderful passage, a great commission which says, all authority has been given unto me. You go to the world. It is my authority. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനോഹരമായ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ അധികാരത്തിന്റെ വാക്കുകൾ അവിടെ കർത്താവ് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പോകുക. As servant of the Lord has this authority because the words of God, the word of God, the words are there in his mouth. ഒരു ദൈവദാസന്, ഒരു ദൈവിക ശുശ്രൂഷകന്
ഈ അധികാരമുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം അവന്റെ നാവിലുണ്ട്. We have elders in our churches. We have evangelists in our നമ്മുടെ churches. സഭകളിൽ മൂപ്പന്മാരുണ്ട്. We have servants of God. We have evangelists. We have deacons. We have teachers in our assemblies. നമ്മുടെ സഭകളില് ദൈവ ശുശ്രൂഷകന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, വേദ അധ്യാപകന്മാരുണ്ട്. They all can have the word of God in their mouth like this with authority. അവർക്കൊക്കെ സമാനമായ നിലയിൽ ദൈവിക ആധികാരികതയോടെ ദൈവത്തിന്റെ വചനം അവരുടെ നാവിൽ ഉണ്ടായിരിക്കുവാനായിട്ട് സാധിക്കും. Here the woman said in verse 24 that the word of the Lord is in your mouth and it is the truth. ഇവിടെ 24-ാം വാക്യത്തിൽ ആ സ്ത്രീ പറയുന്നത്, നിന്റെ നാവിന്മേലുള്ളത് ദൈവവചനമെന്നും അത് സത്യമെന്നും ഞാൻ അറിയുന്നു. The word of the Lord in your mouth is true. That is the main truth here. ഇവിടുത്തെ കാതലായ സത്യം എന്ന് പറയുന്നത് തന്റെ നാവിലുള്ള ദൈവത്തിന്റെ വചനം സത്യമാണെന്നുള്ളതാണ്. And when we take the word of God in our hands, in our mouth, it is the truth. ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ നാം എടുക്കുമ്പോൾ, നമ്മുടെ നാവിൽ നാം എടുക്കുമ്പോൾ അത് സത്യമായിരിക്കണം. Many times we think that we are unworthy servants of God. Many times we think that we are unworthy servants of God. പല സന്ദർഭങ്ങളിലും നാം ദൈവസന്നിധിയിൽ അയോഗ്യരായ ദാസന്മാരാണ്, അപ്രയോജന ദാസന്മാരാണെന്ന് നാം നമ്മെ തന്നെ വിചാരിക്കാറുണ്ട്. But Bible says the authority is given to us because the words of God, the word of God is the truth. എന്നാൽ വേദപുസ്തകം പറയുന്നത് നമുക്ക് സ്വർഗീയ അധികാരം തന്നിരിക്കുകയാണ്. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് സത്യമാണ്. This woman had two experiences in her life. ഈ സ്ത്രീക്ക് തന്റെ ജീവിതത്തിൽ രണ്ട് അനുഭവങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. The first one is feeding, the wonderful miraculous feeding. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏലിയാവിന് ആഹാരം കൊടുക്കുവാനായ നിലയിൽ ദൈവം അത്ഭുതകരമായിട്ട് അവിടെ ധാന്യം, എണ്ണ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. The prophet tells her, for me, as she was departing, he said, a morsel of bread also for me. അവിടെ ഈ പ്രവാചകനെ സന്ധിക്കുന്ന സമയത്ത് അവൾ മടങ്ങിപ്പോകുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് വേണ്ടി ഒരു മുറി അപ്പം കൂടെ ഉണ്ടാക്കുക. And she said, it is not possible. We have little oil in our home and little flour. We are going to make bread up to that and we will eat and we will die. അവിടെ ആ സ്ത്രീ പറയുന്നത് അത് സാധിക്കുകയില്ല, കാരണം ഞങ്ങൾക്ക് ആകപ്പാടെ അല്പം മാവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അപ്പം ചുട്ട് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. And then Prophet Elijah says, do not fear. For thus says the Lord God of Israel, the bin of flour shall not be used up, nor shall the jar of oil run dry until the day the Lord sends rain on the earth. അവിടെ ഏലിയാവ് അവളോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. And exactly that miracle happened in the life of that woman. ആ സ്ത്രീയുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ആ അത്ഭുതം നിറവേറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. And the second incident was the raising of a dead child. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് മരിച്ചുപോയ അവളുടെ മകനെ ഉയർപ്പിക്കുന്നതാണ്. And now these women know that Elijah is a man of God. ഇപ്പോൾ ഈ സ്ത്രീ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് ഏലിയാവ് ഒരു ദൈവപുരുഷനാണ് എന്നുള്ളത്. And the word in your mouth is the truth. നിന്റെ വായിലുള്ള ദൈവത്തിന്റെ വചനം സത്യമാണ്. When we have the word of God with us, in us,
we will become the truth. The world will know proclaiming the truth. ദൈവത്തിന്റെ വചനം നമ്മിലും നമ്മുടെ നാവിലും ഉണ്ടെങ്കിൽ ലോകത്തിന് അത് സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ആ സത്യം ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. In verse 5 we read that about Elijah, he went and did according to the word of the Lord. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏലിയാവ് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. He did everything according to the command of the Lord. തന്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കുന്നത് പോലെ സകലതും ചെയ്യുന്ന വ്യക്തിയായിട്ട് ഏലിയാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. Here we see that he was an obedient servant of God. ഇവിടെ ഏലിയാവിനെ അനുസരണമുള്ള ഒരു ദാസനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. Today the main problem with the believers is we are not obeying the word of God. ഈ നാളുകളിൽ ദൈവമക്കളുടെ കാതലായ പ്രശ്നമെന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. Oh, we brethren, we are proud of our heritage and the knowledge that we have in the word of God. പ്രിയ ദൈവമക്കളെ, ബ്രദറുകാരെന്നുള്ള നിലയിൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും ദൈവവചനത്തിലുള്ള നമ്മുടെ പരിജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ നാം പുകഴുന്നവരാണ്. Obedience in our life. എന്നാൽ ദൈവസന്നിധിയിലെ അനുസരണം എങ്ങനെയാണ്? Jesus Christ was the best example for obedience. അനുസരണത്തിന്റെ മകുടോദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു. He pleased the Father till his death. തന്റെ മരണം വരെ താൻ പിതാവിനെ പ്രസാദിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. The Lord God himself opened heaven couple of times and testified about this, that this is my beloved son in whom I am well pleased. ദൈവം പിതാവായ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് 2 പ്രാവശ്യം പ്രഖ്യാപിക്കുന്നതായിട്ട് നാം കേൾക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. We read in the book of Isaiah about an obedient servant of the Lord. യെശയ്യാ പ്രവചനത്തിൽ അനുസരണമുള്ള ദാസനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. So Jesus Christ is the best example for obedience and obey the word of God. As brethren, we are bound to obey the word of God 2 times because we are proud to say that we know the word of God very well. കർത്താവായ യേശു ക്രിസ്തു ദൈവവചനം അനുസരിക്കുന്നതിന് ഉദാത്തമായ ഉദാഹരണമാണ്. ദൈവമക്കളായ നാം, പ്രത്യേകിച്ച് വേർപെട്ട ദൈവജനമായ നാം, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ഉത്സുകരായിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Now let me go ahead with the life of Elijah and the lesson that we are going to learn, and we will be focusing on verses 17 onwards. As we know the story, I'm not going to read the entire portion, but let me bring out some nuggets from this portion. ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ആ 17-ാം അധ്യായം 17-ാം വാക്യം മുതലുള്ള ഭാഗത്തു നിന്ന് ചില ആലോചനകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗം ആകമാനമായിട്ട് വായിക്കുന്നില്ല, അതിൽ നിന്ന് ചില കുറിപ്പുകൾ മാത്രം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കാം. The son of the widow, son of the woman, was sick and there was no breath left in him. അവിടെ നാം കാണുന്നത് ആ വിധവയായ സ്ത്രീയുടെ മകൻ രോഗിയായി തീർന്നു, തന്റെ ശ്വാസം നിലച്ചു. And again, here is the prophet who asked her, what I have to do with you? ഇവിടെ നാം കാണുന്നത് പ്രവാചകൻ അവളോട് ചോദിക്കുന്നു, Oh man of ഞാൻ God, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? so you have come to bring remembrance all my sin, my life, and to kill my son? ഇവിടെ അവൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്റെ പാപങ്ങളെ എന്നെ ഓർമ്മിപ്പിച്ച് എന്റെ മകനെ കൊല്ലുന്നതിനാണോ വന്നത് എന്ന്. And the prophet said to her, give me your son. അപ്പോൾ പ്രവാചകൻ പറയുന്നു, നിന്റെ മകനെ ഇങ്ങു തരിക എന്ന്. When I was going through this passage, I was thinking about that entire story, entire incident. And Prophet Elijah,
he went to the woman and said, "Give me your child. My God lives and he can do miracles. Give me your child." ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഏലിയാവിന്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. അവിടെ ഏലിയാവ് ആ സ്ത്രീയോട് പറയുകയാണ്, എന്റെ ദൈവം ജീവിക്കുന്നു, അവന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും, നിന്റെ മകനെ ഇങ്ങു തരിക. Oh, the prophet had a great concern for God's work here. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം വളരെ താല്പര്യമുള്ളവനായിട്ട് നമുക്ക് പ്രവാചകനെ കാണുവാൻ കഴിയും. So he took him out of her arms and carried him to the upper room where he was staying and laid him on his bed. അവിടെ നാം വായിക്കുന്നത് ആ കുട്ടിയുടെ ദേഹം അവളിൽ നിന്ന് വാങ്ങി ആ മാളിക മുറിയിൽ താൻ പാർക്കുന്ന തന്റെ മുറിയിൽ കൊണ്ടുപോയി തന്റെ കട്ടിലിൽ അവനെ കിടത്തി എന്ന് നാം കാണുന്നു. And here we see in verse 20, and he cried unto the Lord. 20-ാം വാക്യത്തിൽ അവൻ യഹോവയോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. And again in verse 21 we read that he stretched himself out on the child 3 times and he cried out unto the Lord. 21-ാം വാക്യത്തിൽ നാം ആവർത്തിച്ചു കാണുന്നു, പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണുകിടന്നു, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണനെ അവന് മടക്കി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. Oh, that was the intercessory prayer, the prayer with a great anguish that prophet Elijah had in his life. പ്രവാചകനായ ഏലിയാവിന് തന്റെ ഹൃദയത്തിൽ വളരെ വ്യഥയോടുകൂടെ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുള്ള ഒരു പ്രാർത്ഥന ഇവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. He was praying for a dead child here. ഒരു മരിച്ചുപോയ കുട്ടിക്ക് വേണ്ടി ഇവിടെ താൻ പ്രാർത്ഥിക്കുകയാണ്. He was praying to the Lord, Lord, bring back this child to his life again. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഈ കുട്ടിയെ വീണ്ടും തന്റെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരണമേ. And he stretched himself out on the child 3 times. ആ കുട്ടിയുടെ മുകളിൽ 3 പ്രാവശ്യം താൻ തന്നെ കവിണ്ണു കിടക്കുന്നു എന്ന് നാം അവിടെ കാണുന്നുണ്ട്. The other day I've been going through different dictionaries and commentaries to know the exact meaning of this statement, stretched out 3 times. ഈ കുട്ടിയുടെ മുകളിൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു എന്നതിന്റെ ആശയം, അർത്ഥം എന്താണെന്നത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പല വേദ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും ഒക്കെ പരിശോധിക്കുകയുണ്ടായി. Let me tell you, my dear brothers and sisters, that is the humility of the servant had. He humbled himself and to be like a child and to pray to the Lord to get back his life. ആ കുട്ടിയുടെ ജീവൻ ദൈവം മടക്കി നൽകേണ്ടതിനായിട്ട് ആ കുട്ടിയോട് താതാത്മ്യം പ്രാപിച്ച് തന്നെ ആ കുട്ടിയോടൊപ്പം വിനയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. It was the mental distortion, it was the mental agony that he went through. He cried unto the Lord for a rebirth of this child. ആ കുട്ടിക്ക് ജീവൻ മടക്കി ലഭിക്കേണ്ടതിനായിട്ട് വളരെ ഹൃദയവ്യഥയോടെ ദൈവസന്നിധിയിൽ അവർ അപേക്ഷിക്കുകയാണ്. I want to give you, I'm not giving a spiritual meaning, but I want to give you an application here. ഇതിന്റെ ഒരു ആത്മീക അർത്ഥം ഞാൻ വിശദീകരിക്കുകയല്ല, എന്നാൽ ഇതിന്റെ ഒരു പ്രായോഗികത നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. We know the whole world lie under sin and Satan. ഈ ലോകം പാപത്തിലും പിശാചിന്റെ അധീനതയിലും കഴിയുന്നു എന്ന് നമുക്കറിയാം. People are spiritually dead in their sins and transgressions. ജനമൊക്കെ പാപത്തിലും അതിക്രമത്തിലും മരിച്ചവരാണ്. There's darkness everywhere, socially, morally, and everywhere. Spiritually, we can see a great darkness in the world. ഈ ലോകത്താകമാനമായിട്ട് സാമൂഹ്യമായും വ്യക്തിപരമായും ആത്മീകമായും ധാർമ്മികമായും ഒക്കെ വലിയ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. Oh, the Bible says that Satan has blinded the eyes of the unbelievers. വേദപുസ്തകം പറയുന്നത് പിശാച്
അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു എന്നാണ്. So spiritually they are blind, they are dead, and they can't do anything. അവർ ആത്മീയമായിട്ട് അന്ധരാണ്, ആത്മീയമായിട്ട് മരിച്ചവരാണ്. അവർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. So it is our responsibility to pray for them, to be anguished for them, and to travail for them. അവർക്ക് വേണ്ടി കഠിന വ്യഥയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, നമ്മുടെ മനോവ്യഥ ദൈവസന്നിധിയിൽ പ്രകടമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. Here he says, the prophet says, give you a child. That is a spiritual vision that Elijah had to revive that son back again. ഈ കുട്ടിയെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ടുള്ള തന്റെ ഒരു ആത്മീക ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിയെ ഇനി തരിക എന്ന് പറഞ്ഞ് കുട്ടിയെ താൻ ഏറ്റെടുക്കുന്നത്. He knew that only God can revive that child. ആ കുട്ടിയെ പുനർജീവിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. And then he prayed unto God, and God heard his prayer. That's what verse 22 says. Then the Lord heard the voice of Elijah. പിന്നീട് താൻ പ്രാർത്ഥിക്കുന്നു. 22-ാം വാക്യത്തിൽ യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Here we see a weeping prophet, the crying prophet here. ഇവിടെ നമുക്ക് കരയുന്ന നിലവിളിക്കുന്ന ഒരു പ്രവാചകനെ കാണുവാനായിട്ട് സാധിക്കും. We should pray for the people who are dead in sins and trespasses. അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കഴിയുന്ന ജനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ ആവശ്യമുണ്ട്. We have been discussing so many things in the background of pandemic, COVID-19. ഈ COVID-19 മഹാമാരിയുടെ പശ്ചാത്തലം പല കാര്യങ്ങൾ നാം വിചിന്തനം ചെയ്യുകയുണ്ടായി. There are list of things that we learned, lessons that we learned during the pandemic lockdown period. ഈ മഹാമാരിയുടെ വേളയിൽ ഇതിന്റെ അടച്ചുപൂട്ടിന്റെ അനുഭവത്തിൽ ഒരുപാട് ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. The one personal question that I want to ask you is, did God change my life? നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ തന്നെ ചോദിക്കുവാൻ ഒരു ചോദ്യം ഞാൻ ഇപ്രകാരം ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഈ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയോ? What lesson did the Lord teach me during this time of great difficulty? ഈ അതികഠിനമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തെല്ലാമാണ്? Are we more closer to the Lord, or we are far away from the Lord? നാം കർത്താവിനോട് കുറച്ചുകൂടി അടുക്കുവാനിടയായി തീർന്നോ, അതോ കർത്താവിൽ നിന്ന് അകന്നുപോയ അനുഭവമാണോ ഉണ്ടായത്? We all know that we are living in the last time. നാം ഈ യുഗാന്ത്യത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. We know that we don't have much days ahead of us. The coming of the Lord is very near. നമുക്ക് മുൻപാകെ ഇനി അധികം നാളുകളില്ല, കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. So what we have to do, what is our responsibility as a believer? ഒരു വിശ്വാസി എന്ന നിലയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? There are many sins, many sons who are dead in and around us. നമ്മുടെ ചുറ്റുപാടും അനേക മക്കൾ മരിച്ച അവസ്ഥയിലുള്ളവരാണ്. And it is our responsibility to pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉന്നതമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. Bible says that we are responsible for our brother's blood. വേദപുസ്തകം പറയുന്നത് നമ്മുടെ സഹോദരന്മാരുടെ രക്തത്തിന് നാം ഉത്തരവാദികളാണെന്നാണ്. Today the Lord is looking for people who really cry out to the Lord. ദൈവസന്നിധിയിൽ വാസ്തവമായി കരഞ്ഞു നിലവിളിക്കുന്ന ദൈവഭക്തരെ ദൈവം ഈ നാളുകളിൽ അന്വേഷിക്കുകയാണ്. Oh, we have to obey the voice of the Lord.
ദൈവത്തിന്റെ വചനം നാം അനുസരിക്കുവാൻ ആവശ്യമുണ്ട്. We all have to pray, Lord, I am willing. Send me for your work. Take me to some place where you can use me for your work. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവമേ, ഞാനിതാ എന്നെ നീ എടുത്ത് നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്റെ വേല നിറവേറ്റുവാനായിട്ട് എന്നെ അയക്കണമേ. Here Elijah is a child in his home. That means we should be among the lost. ഇവിടെ നാം കാണുന്നത് ഈ മരിച്ച കുട്ടിയെ ഏലിയാവ് തന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ട് കാണുന്നു. അതിൽ നമുക്ക് നോക്കുവാൻ കഴിയുന്നത് നഷ്ടപ്പെട്ടു പോയവരുടെ അടുക്കലേക്ക് നാം പോകുവാനായിട്ട് ആവശ്യമുണ്ടെന്നുള്ളതാണ്. Oh, we should be willing to obey the voice of a master. നമ്മുടെ യജമാനന്റെ വാക്ക് അനുസരിക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകണം. A great responsibility lies before us, my dear brothers and sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുൻപിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. The world is lying under sin and people are perishing day by day. ലോകം പാപത്തിന് അധീനമായി കഴിയുന്നു. ജനം നാൾക്കുനാൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. On a night is coming where no one can work. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. The prince of the world is very active in his work. ഈ ലോകത്തിന്റെ പ്രഭു തന്റെ പ്രവൃത്തിയിൽ വളരെ കർമ്മോത്സുകനാണ്. But you and I can intercede for the people who are already lost and dead in sins. എന്നാൽ പാപത്തിൽ മരിച്ച് ദൈവസന്നിധി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കരയുവാനായിട്ട് അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. Are you willing to obey his voice? ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുവാൻ മനസ്സുണ്ടോ? I am so much encouraged by the believers in Gulf area. Many of them, when they come to India for their leave, they visit mission places, mission stations. ഗൾഫ് നാടുകളിലുള്ള വിശ്വാസികളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവര് അവധിക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ പല പ്രവർത്തന മേഖലകളും സന്ദർശിക്കുക പതിവാണ്. I met them personally. I met many of them when they come to India. ഭാരതത്തിലേക്ക് വരുന്ന അവധിക്ക് വരുന്ന സമയത്ത് പലരെയും അങ്ങനെ വ്യക്തിപരമായിട്ട് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. And that is really encouraging, especially people who live like place in Bihar, Jharkhand and UP, the most backward states in India. We all need encouragement and prayers from you. ബീഹാർ, ജാർഖണ്ഡ്, UP മുതലായ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ജലത്തിന് മധ്യേ പ്രവർത്തിക്കുന്നവർ ഇപ്രകാരമുള്ള വളരെ പ്രചോദനം, പ്രോത്സാഹനം വാസ്തവത്തിൽ അർഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർശനം അത് വളരെ ഫലകരമാണ്. You can be the part of the work by praying for them earnestly. ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ പ്രവർത്തനത്തിന് പങ്കുവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. I heard a story like this. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. One day the Lord called a young man and gave him some seeds to sow in a particular place. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനെ ദൈവം വിളിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വിതയ്ക്കുന്നതിനായിട്ട് ചില വിത്തുകൾ കൊടുത്തു. And this man decided to go to that particular place where the Lord asked him to sow the seed. ദൈവം എവിടെ വിതയ്ക്കണം എന്ന് തന്നോട് ആവശ്യപ്പെട്ടോ ആ പ്രത്യേക സ്ഥലത്ത് തന്നെ പോയി വിതയ്ക്കുവാനായിട്ട് താൻ തീരുമാനിച്ചു. He got ready and he started his journey. താൻ യാത്രയ്ക്കായിട്ട് ഒരുങ്ങി യാത്ര പുറപ്പെട്ടു. With much difficulty, he reached the spot where the Lord told him to do the work. ദൈവം തന്നോട് വേലയ്ക്കായിട്ട് ആവശ്യപ്പെട്ട ആ സ്ഥലത്ത് വളരെ പ്രയാസത്തോടുകൂടെ താൻ എത്തിച്ചേർന്നു. And for his surprise, when he reached there, he found that that was a forest, not a field to sow the seed. താൻ അവിടെ എത്തിയപ്പോൾ തനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം, അതൊരു വനം പ്രദേശമായിരുന്നു. അത് ഒരു നിലമായിരുന്നില്ല. തനിക്ക് ലഭിച്ച വിത്ത് വിതയ്ക്കുവാൻ പാകപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല. So he kept the seed in a small hut there,
and he prayed to the Lord, Lord, how can I sow the seed here? It is full of trees. It is all jungle. It is all forest. അതിനാൽ താന് ഒരു ചെറിയ കുടിലിൽ ആ ലഭിച്ച വിത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവിടെയെല്ലാം വനമാണ്, ഇവിടെയെല്ലാം വൃക്ഷനിബിഡമാണ്, ഇവിടെ ഞാൻ എങ്ങനെ ഈ വിത്ത് വിതയ്ക്കും? And the Lord told him, this is the place. You have to prepare the land. ദൈവം പറഞ്ഞു, ഈ സ്ഥലമാണ് നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നീ പ്രാരംഭമായിട്ട് സ്ഥലം അതിനായിട്ട് ഒരുക്കണം. You have to prepare the soil. So get ready for the work. അപ്പോൾ ആ നിലം ഒരുക്കുന്നതിനായിട്ടുള്ള പ്രവൃത്തി ആരംഭിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. From early morning till evening, till late night, he used to work hard with the soil. പ്രഭാതം മുതൽ പ്രദോഷം വൈകിയ വേള വരെ ആ നിലം ഒരുക്കുന്നതിനായിട്ട് താൻ കഷ്ടപ്പെട്ടു. Oh, every day he was toiling with the mud, with the soil. He was preparing the land. ദിവസം തോറും ആ മണ്ണുമായിട്ട് മല്ലയുദ്ധം ചെയ്ത് താൻ ആ സ്ഥലം ഒരുക്കുകയായിരുന്നു. Oh, a lot of hard work he did. തനിക്ക് വളരെ കഠിന വേല ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. Let me put it like this. It took 15 years for him to prepare to cut the trees, each one by one, and to finish taking clear the land. ഞാൻ പ്രകാരം പറയട്ടെ, ആ മരങ്ങളൊക്കെ മുറിച്ച് ആ സ്ഥലം ഒന്ന് ഒരുക്കുന്നതിനായിട്ട് 15 വർഷങ്ങൾ തനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. Oh, he removed every tree from the place and it was all cleared. And one day he decided to do the spade work with the mud. അങ്ങനെ 15 വർഷം കൊണ്ട് മരങ്ങളൊക്കെ വെട്ടിമാറ്റി അതിനുശേഷം നിലമുഴുത് തനിക്ക് വിത്ത് വിതയ്ക്കുവാനുള്ള ഒരുക്കങ്ങളിലേക്ക് താൻ പ്രവേശിച്ചു. But when he started doing the spade work, he understood that it is not that easy, because the soil itself has a lot of roots of the trees and a lot of petty stones and everything. So he had to clear that out again. അങ്ങനെ നിലം മണ്ണ് ഒരുക്കിയെടുക്കുന്ന പ്രക്രിയയിലേക്ക് വന്നപ്പോഴാണ് താൻ പിന്നെയും മനസ്സിലാക്കിയത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മരങ്ങളുടെ വേരും അതുപോലെ കല്ലുമൊക്കെ ആയിട്ട് വളരെ കഠിനതരമായിട്ടുള്ള ഒരു വേലയായിട്ട് അതിനെ തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. Again he asked the Lord, Lord, it is difficult for me to prepare the soil. What should I do? താൻ പിന്നെയും ദൈവത്തെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ നിലം ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, ഞാൻ എന്ത് ചെയ്യണം? The Lord said, you have to do it. ദൈവം പറഞ്ഞു, നീ അത് ചെയ്തേ മതിയാകുള്ളൂ. And it took another 20 years for him to prepare the soil. അങ്ങനെ പിന്നീട് ഒരു 20 വർഷം കൂടെ ആ നിലം ഒരുക്കിയെടുക്കുന്നതിനായിട്ട് തനിക്ക് ആവശ്യം വന്നു. 15 plus 20, 35 long years he worked to prepare the land for cultivation. ആ കൃഷി സ്ഥലം ഒരുക്കുന്നതിനായിട്ട് 20ഉം 15ഉം 35 വർഷങ്ങൾ തനിക്ക് അധ്വാനിക്കേണ്ടതായിട്ട് വന്നു. And that year he did not get rain, so he had to wait one more year to sow the seed. ആ വർഷം മഴ കാര്യമായിട്ട് ലഭിച്ചില്ല. അതുകൊണ്ട് അടുത്ത വർഷകാലം വരെ പിന്നെയും ഒരു വർഷം കൂടെ തനിക്ക് കാത്തിരിക്കുവാനായിട്ട് ആവശ്യം വന്നു. On next year he got rain and he was ready with the seed, and the soil was ready, the mud was ready, everything was ready. And one evening he went to his hut and he thanked the Lord, Lord, thank you for giving me strength for the last 36 years, and tomorrow I am going to sow the seed. അങ്ങനെ താന് 36 വർഷങ്ങൾ ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അവസാനം ദൈവസന്നിധിയിൽ ആ കുടിലേക്ക് വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ കഴിഞ്ഞ 36 സുദീർഘ വർഷങ്ങൾ ഈ നിലം ഒരുക്കുന്നതിനായിട്ട് നീ എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. നാളെ ഞാൻ ഈ വിത്ത് വിതയ്ക്കുവാനായിട്ട് പോവുകയാണ്. And he prayed and he went to his bed. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തന്റെ കിടക്കയിലേക്ക് താൻ പോയി. But you know what exactly happened? എന്നാൽ വാസ്തവത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? In the midnight he heard a knock at the door. അർദ്ധരാത്രിയിൽ തന്റെ വാതിൽ ഒരു മുട്ട താൻ കേട്ടു. He opened the door and found that same person who was standing just in front of him, who gave him the seed some 36 years ago. 36 വർഷം മുൻപ്
വിതയ്ക്കുന്നതിനായിട്ട് തന്റെ കയ്യിൽ വിത്ത് നൽകിയ ആ വ്യക്തി തന്റെ വാതിൽക്കൽ നിൽക്കുന്നു. And this person said, "Son, I came to take your life today. Come with me." അദ്ദേഹം പറഞ്ഞു, മകനെ, നിന്റെ ജീവൻ എടുത്തുകൊള്ളുവാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, എന്നോടൊപ്പം വരിക. And this man started crying loudly. ഈ മനുഷ്യൻ ഉറക്കെ കരയുവാനായിട്ട് തുടങ്ങി. And he said, "Lord, give me 6 months more. Let me sow the seed. Let me see the fruits. Then you can take me." ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഒരു 6 മാസം കൂടെ നൽകുക. ഈ വിത്ത് ഞാൻ വിതച്ച് അതിന്റെ ഫലം ഞാൻ കണ്ടിട്ട് കൊയ്തിട്ട് നിന്റെ അടുക്കിലേക്ക് വരാം. And the Lord said, "Son, you are very tired. You need rest. Come with me. I want to take you to home." കർത്താവ് പറഞ്ഞു, മകനെ, നീ വളരെ ക്ഷീണിതനാണ്, നിനക്ക് വിശ്രമം ആവശ്യമാണ്, എന്നോടൊപ്പം വരിക, ഞാൻ നിന്നെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാം. And he started crying loudly, "Lord, give me 6 months more. Give me a few more days so that I can sow the seed and see the fruits." ഞാൻ വീണ്ടും ദൈവത്തിന് നിലവിളിച്ചു, ചില ദിവസങ്ങൾ കൂടെ നൽകുന്ന പക്ഷം ഞാൻ ഈ വിത്ത് വിതയ്ക്കെങ്കിലും ചെയ്യാം എന്ന് ദൈവത്തോട് പറഞ്ഞു. The Lord said, "No, you need rest. Come with me." And he was taken home that night. He died. കർത്താവ് പറഞ്ഞു, ഇല്ല, നിനക്ക് വിശ്രമം ആവശ്യമാണ്, എന്നോടൊപ്പം വരിക. ആ രാത്രി കർത്താവ് അവനെ തന്റെ അടുക്കലേക്ക് ചേർത്തു. But in the same night, God spoke to another young man far away and told him to go to this place. The seed is ready. The soil is ready. Just sow the seed. ആ രാത്രിയിൽ തന്നെ അങ്ങ് വിദൂരെയുള്ള മറ്റു ചെറുപ്പക്കാരനോട് ദൈവം സംസാരിച്ചു. ദൈവം പറഞ്ഞു, ആ സ്ഥലത്തേക്ക് പോവുക, അവിടെ നിലം ഒരുക്കപ്പെട്ടിരിക്കുന്നു, അവിടെ വിത്ത് തയ്യാറായിട്ടുണ്ട്, നീ പോയി വിതയ്ക്കുക. And the young man, he got ready. With a lot of difficulty, he came to this place. ഈ ചെറുപ്പക്കാരൻ വളരെ ക്ലേശം സഹിച്ച് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. Some of his friends discouraged him, "Don't go there. It is forest area. You can't do anything there. You are a MTH student. You have passed. You have got degree. You can stay here and do the work. But don't go there. It's all hilly forest area. Don't go there." അനേകരെ തന്നെ നിരുത്സാഹപ്പെടുത്തി, അത് വനപ്രദേശമാണ്, മലമ്പ്രദേശമാണ്, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നിനക്ക് ഇവിടെ കാര്യമായിട്ട് ശോഭിക്കുവാനായിട്ട് കഴിയും, അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകണ്ട എന്ന് തന്നെ പലരും ഉപദേശിച്ചു. But he said, "I heard the voice of God. I have to go for his work." With a lot of difficulty, he reached there and he found everything was ready. He started sowing the seed from the next day. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, എനിക്ക് പോയേ മതിയാകുകയുള്ളൂ. അങ്ങനെ താൻ ആ സ്ഥലത്തെത്തി. അവിടെ വന്നപ്പോൾ നിലം ഒരുക്കപ്പെട്ടിരിക്കുന്നതും വിതയ്ക്കുവാനുള്ള വിത്ത് തയ്യാറായിരിക്കുന്നതും താൻ കണ്ടു. താൻ ആ വിത്ത് വിതച്ചു. And in few months, he got a lot of big harvest there. ചില മാസങ്ങൾക്ക് ശേഷം വലിയൊരു കൊയ്ത്ത് തനിക്ക് അവിടെ ലഭിച്ചു. Let me tell you like this. In few months, he had a big church with full of believers. ഞാൻ പ്രകാരം പറയട്ടെ, ചില മാസങ്ങൾക്കുള്ളിൽ ധാരാളം വിശ്വാസികളുള്ള ഒരു വലിയ സഭ അവിടെ സ്ഥാപിതമായി. My time is short. Let me put it like this. The first man who obeyed the Lord, the first brother, the man who obeyed the voice of God without seeing any fruits. ആദ്യം അയക്കപ്പെട്ട ആ ദേവദാസൻ ഒരു ഫലം പോലും കാണാതെ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചു. Yes, he was obeying the word of God. He just obeyed what the Lord told him, but he was not able to see a single fruit there. ദൈവത്തിന്റെ വാക്ക് അപ്രകാരം താൻ അനുസരിച്ചു. തനിക്ക് ഒരു ഫലം പോലും കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും The young man stood up in the church and said, "Before I come here, an old man worked here for many years, almost 36 years, but he didn't get even a single soul. But the Lord blessed me with so many souls. I'm very happy with that." ആ ചെറുപ്പക്കാരൻ സഭയിൽ പ്രകാരം പറയുകയുണ്ടായി, കഴിഞ്ഞ 36 വർഷം ഒരു വയോധികനായ വ്യക്തി ഇവിടെ ധാരാളം അധ്വാനിച്ചു, എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ എനിക്ക് വലിയ ഒരു കൊയ്ത്ത് ദൈവം തന്നു. Both of them were right. രണ്ടുപേരും ആ നിലയിൽ ശരിയായിരുന്നു.
But the first person, he obeyed the voice of God. He simply obeyed without seeing any fruits. He was the real ഒന്നാമത്തെ servant of വ്യക്തി God. ദൈവത്തിന്റെ വാക്ക് അപ്രകാരം അനുസരിക്കുകയായിരുന്നു. തനിക്കൊരു ഫലം പോലും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നിലയിൽ താൻ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ ദാസനായിരുന്നു. I don't know exactly how many years Elijah served the Lord with his ministry. ഏലിയാവ് തന്റെ പ്രവാചക ശുശ്രൂഷയുമായിട്ട് എത്ര വർഷങ്ങൾ തുടർന്നു എന്ന് എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. But when we study the life of Elijah, the years, the ministry was so powerful that he displayed the power of God in his life. എന്നാൽ നാം തന്റെ കർമ്മ പദ്ധതിയുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ എലീശയുടെ ജീവിതമായി നാം നോക്കുമ്പോൾ തന്റെ സുദീർഘമായ സുശക്തമായ കർമ്മ പദ്ധതി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. I'm going to stop here with the last one word. ഒരു വാക്യം കൂടെ പറഞ്ഞൊരു വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. The Lord wants us to be an Elijah in our lifetime. നമ്മുടെ ജീവിതകാലത്ത് നാം ഓരോരുത്തരും ഓരോ ഏലിയാവുമാരാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. We have to revive the lost and the dead people of the world. ഈ ലോകത്തിലെ നഷ്ടപ്പെട്ടു പോയ മരിച്ചുപോയ ജനതയെ പുനർജീവിപ്പിക്കുവാനായിട്ട് നാം ഉപകരിക്കണം. We can tell the world Jesus can give you a spiritual birth. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ആത്മീക ജന്മം നൽകുവാൻ നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് നാം അവരെ അറിയിക്കണം. And we should pray for their spiritual birth. We should travail. We should pray with anguish spirit for their spiritual birth, as Elijah did. അവരുടെ ആത്മീക ജന്മത്തിനായിട്ട് നാം വാസ്തവത്തിൽ പ്രസവവേദന അനുഭവിക്കുന്നവരായി മനോവ്യഥയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് മനസ്സുള്ളവരാകണം. When we stand in front of the judgment seat, we will have some work that God can enable us and tell us that you are a faithful servant. നാം ക്രിസ്തുവിന്റെ ന്യായാസനം മുൻപാകെ നിൽക്കുമ്പോൾ നാം വിശ്വസ്ത ദാസന്മാരായിരുന്നുവെന്ന് ദൈവം കർത്താവ് നമ്മെക്കുറിച്ച് പറയത്തക്ക നിലയിൽ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Let us be faithful in our prayer life. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. The prayer that Elijah prayed is really wonderful. In James chapter 5, we read about that. Fervent prayer. പ്രാർത്ഥന വളരെ അത്ഭുതകരമായ പ്രാർത്ഥനയായിരുന്നു. യാക്കോബ് തന്റെ 5-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. So I would like to request you, pray for the ministry, pray for the perishing world, the people who are lost, pray for their salvation so that we can win more souls for the kingdom of God. അതുകൊണ്ട് രാത്രി നിങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായിട്ട് ദൈവസന്നിധിയിൽ ജാഗരിക്കുക. I started praying for 5 people in my early Christian life. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ 5 വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. And this is what I would like to recommend. At least you name 5 people, maybe from your neighborhood or from your college or from your office or from your relatives. Pray for 5 people and their salvation, and I'm sure God will save them. God will give them a new life. നിങ്ങളുടെ പഠന സ്ഥലത്തോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ മറ്റ് സാമൂഹ്യ മണ്ഡലങ്ങളിലോ എവിടെയായിരുന്നാലും അഥവാ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മധ്യന്നായാലും ഒരു 5 പേരെ പേര് പറഞ്ഞ് അവരുടെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. And if you pray for a few months, surely God will guide you to reach them with the gospel. അങ്ങനെ നിങ്ങൾ ചില മാസങ്ങൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷവുമായിട്ട് അവരെ സന്ധിക്കുവാനായിട്ടുള്ള സാധ്യത ദൈവം നിങ്ങൾക്ക് നൽകും. And remember, soul winning is the work of God and nothing else. ആത്മാക്കളെ നേടുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. That is the harvest that God expects from us. നമ്മളിലൂടെ സാധിക്കപ്പെടേണ്ട ആ കൊയ്ത്തെന്ന് പറയുന്നത് അതാണ്. May God bless us through this world to understand
and to know the heart of God and to live and obey His voice in our lives. ദൈവത്തിന്റെ മനസ്സറിയുവാനും അവന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ജീവിക്കുവാനും ദൈവവചന കേൾവിയാൽ ദൈവം നമ്മെ വാസ്തവമായും സഹായിക്കുമാറാകട്ടെ. Thank you so much.